ഹായ്, എല്ലാവർക്കും നമസ്കാരം. രാജിത നാച്ചുറൽ ഡയറിക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ മക്കളുടെ ബുക്ക് കവർ ചെയ്യാണ്. കുറച്ച് നോട്ട് ബുക്കും ബാഗ്, കുട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. ടെക്സ്റ്റ് ബുക്കൊക്കെ ഇനി സ്കൂൾ തുറന്നിട്ടില്ലേ, സ്കൂളിൽ നിന്ന് കിട്ടുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ നോട്ട് ബുക്കൊക്കെ കവർ ചെയ്യാണ് ഞാൻ. നേരം വൈകി കവർ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് ബുക്കുകളൊക്കെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ആ ബുക്കൊക്കെ കവർ ചെയ്തത്. അച്ഛനും അമ്മയ്ക്കൊന്നും നേരമില്ല, അവർക്ക് അവൻ്റെതായ ഓരോ തിരക്കും കാര്യങ്ങളും. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എൻ്റെ ബുക്കൊക്കെ കവർ ചെയ്യാറ്. ഇതേ എൻ്റെ ചെറിയ മോന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അവൻ ഇങ്ങനെ ഞാൻ ചെയ്യട്ടെ എന്നൊക്കെ ഓർത്തിട്ട് പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ കൂടെ എൻ്റെ കുട്ടി. അപ്പോൾ എൻ്റെ മക്കൾക്ക് നെയിം സ്ലിപ്പ് അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെയാണ് വിൻസേട്ടൻ കൊണ്ടുവന്നാണത്. കുട്ടികളുടെ ഒരു സന്തോഷത്തിന്, അവർക്കൊരു സന്തോഷമല്ലേ ഇതൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോ വെച്ചിട്ട് തന്നെ നെയിം സ്ലിപ്പ് ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് ഇനിയിപ്പോൾ ബുക്ക് കാണാനില്ല, ബുക്ക് മറിഞ്ഞു പോയി എന്നൊന്നും ഇല്ലല്ലോ. അവൻ്റെ ഫോട്ടോ കൊണ്ട് അവർക്ക് പെട്ടെന്ന് എടുക്കാമല്ലോ അവൻ്റെ ബുക്കൊക്കെ. അതുകൊണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം എഴുതി അവർക്കൊക്കെ കറക്റ്റാക്കി നാളത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കാനാണ്. അപ്പോൾ നാളെ രാവിലെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞ് വെച്ചിട്ട് വൈകുന്നേരം വരെ ഞാൻ ഒറ്റയ്ക്കാണ്. ഇവിടെ സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത്ര 2 മാസവും അവരുടെ തല്ലുകൂട്ടും ബഹളവും അവരുടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോയി. ഇനിയിപ്പോൾ എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി വരുന്ന വരെ ഞാൻ ഒരു സൗണ്ടോ ഒന്നുമില്ലാതെ ഇവിടെ ചുറ്റുമുള്ള ആ പക്ഷികളുടെ സൗണ്ട് മാത്രം ആയിട്ട് ഞാൻ അങ്ങനെ ഇരിക്കും അവർ വരുന്നത് വരെ. പിന്നെ 4 മണിക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കി ഞാൻ അവരെ കാത്തിരിക്കും. ഇനി നാളെ തൊട്ട് എല്ലാ അമ്മമാർക്കും ഭയങ്കര തിരക്കായിരിക്കും. നാളെ രാവിലെ നേരത്തെ എണീച്ച് കുട്ടികളൊക്കെ പോകുമ്പോഴത്തേക്കും ഫുഡെല്ലാം റെഡിയാക്കി അവർക്ക് പാത്രത്താക്കി എല്ലാം കൊടുക്കലും അവരെ കുളിപ്പിക്കലും അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലും അങ്ങനെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങളെ കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.